ഹായ്, നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസ് എന്ന് പറഞ്ഞ പുതിയ കൺസെപ്റ്റാണ് നോക്കുന്നത്. ലെറ്റ് എസ് ഈക്വൽ ടു ബി വൺ ബി ടു എക്സെട്ര ബി എൻ ബി എ ബേസിസ് ഫോർ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി ആൻഡ് ലെറ്റ് സ്മോൾ ലെറ്റർ വി ബി ആൻ ആർബിട്രറി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ വി. ദെൻ ഇഫ് വി എസ് ഈക്വൽ ടു സി വൺ സി ടു എക്സെട്ര സി എൻ, അതായത് കോർഡിനേറ്റ് വെക്റ്ററാണിത്. വി എസ് കോർഡിനേറ്റ് വെക്റ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക യെസ്, അതായത് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റർ വെക്റ്റർ ഓഫ് ബി റിലേറ്റീവ് ടു എസ്സിന് റിലേറ്റീവ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്റ്റർ. ദി മാപ്പിംഗ് ബി ടെൻസ് ടു വി എസ് ക്രിയേറ്റ്സ് എ 1-to-1 correspondence between vectors in the general vector space V and vectors in the Euclidean vector space Rn. We call this mapping the coordinate map relative to S from V to Rn. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, എസ് ഈക്വൽ ടു വി വൺ വി ടു എക്സെട്ര വി എന്ന് പറഞ്ഞ ബേസിസ് എടുത്തു. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ക്യാപിറ്റൽ ലെറ്റർ വി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആണ്. സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ലെറ്റർ വിയിലൊരു എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് വെക്റ്റേഴ്സ് നമുക്ക് ഇങ്ങനെയാണ് എഴുതാം. ഓക്കെ, നമ്മൾ കോർഡിനേറ്റ് വെക്റ്റർ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ല ഒരു 2-3 ക്ലാസ് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. വി റിലേറ്റീവ് ടു എസ്സുമായിട്ട്, അതായത് നമ്മൾ ഏത് ബേസിസ് ആണോ എടുക്കണം അതുമായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള വെക്റ്ററാണ് എന്ത് വി എന്ന് പറഞ്ഞത്. ദെൻ നമ്മളൊരു മാപ്പിംഗ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. വി ടെൻസ് ടു വി എസ്, അതായത് വി എന്ന് പറഞ്ഞാൽ ആ ആർബിട്രറി എലമെൻറ്റിൽ നിന്ന് കോർഡിനേറ്റ് വെക്റ്ററിലേക്കുള്ള ഒരു മാപ്പിംഗ്. ക്രിയേറ്റ്സ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ വെക്റ്റേഴ്സ് ഇൻ ദി ജനറൽ വെക്റ്റർ സ്പേസ് വി ആൻഡ് വെക്റ്റേഴ്സ് ഇൻ ദി യൂക്ലിഡിയൻ വെക്റ്റർ സ്പേസ് ആർ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോർഡിനേറ്റ് വെക്റ്ററാണ്. C1 C2 എക്സെട്ര സി എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് വെക്റ്ററാണ്. ഈസ് എലമെൻറ്റ് ഓഫ് Rn. ഓക്കെ, ആറിനിലെ എലമെൻ്റ് ആണ്. കാരണം ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആറിനിലെ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ x1 x2 എക്സെട്ര എക്സ് എന്നാണ് എഴുതുക. അപ്പോൾ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വെക്റ്റർ സ്പേസ് വിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ ഒരു ജനറൽ വെക്റ്റർ സ്പേസിൽ നിന്ന് യുക്ലീഡിയൻ വെക്റ്റർ സ്പേസ് ആറിനെ നമ്മൾ യുക്ലീഡിയൻ വെക്റ്റർ സ്പേസ് എന്നാണ് പറയുക. സോ ആ യുക്ലീഡിയൻ വെക്റ്റർ സ്പേസിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് എന്ത്, കോർഡിനേറ്റ് മാപ്പ് എന്ന് പറയാം. ഓക്കെ, ഒരു ജനറൽ വെക്റ്റർ സ്പേസ് ക്യാപിറ്റൽ ലെറ്റർ വി, ആ വിയിലെ എലമെൻ്റാണ് എന്ത്, സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞത്. ഈ കോർഡിനേറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ വി എസ്, അത് വി എസ് ഈസ് എലമെൻറ്റ് ഓഫ് ആർ എൻ, യുക്ലീഡിയൻ വെക്റ്റർ സ്പേസ്. ആർ എന്ന് പറഞ്ഞാൽ യുക്ലീഡിയൻ വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ ഒരു ജനറൽ വെക്റ്റർ സ്പേസിൽ നിന്ന് യുക്ലീഡിയൻ വെക്റ്റർ സ്പേസിലേക്കുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, കോർഡിനേറ്റ് മാപ്പ് എന്ന് പറയുക. എന്തിനായിട്ട് റിലേറ്റീവ് ആണത്, എസ് നമ്മൾ എടുക്കുന്ന ബേസിസുമായിട്ട് റിലേറ്റീവ് ആണ്. ഫ്രം ബി ടു ആർ എൻ, ബിയിൽ നിന്ന് ആർ എന്നിലേക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് കോർഡിനേറ്റ് മാപ്പിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡെഫിനിഷൻ. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിസ് ആണ് ഫോർ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ക്യാപിറ്റൽ ലെറ്റർ വി. ക്യാപിറ്റൽ ലെറ്റർ വിയിലെ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആയിട്ടുള്ള വിയുടെ ഒരു ബേസിസ് ആണ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ആർബിട്രറി എലമെൻറ്റ് സ്മോൾ ലെറ്റർ വി നമ്മൾ എടുക്കുക. ആ സ്മോൾ ലെറ്റർ വിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതുക, ഒരു കോർഡിനേറ്റ് വെക്റ്റർ എഴുതുക റിലേറ്റീവ് ടു എസ്. ഈ ബേസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോർഡിനേറ്റ് വെക്റ്റർ നമ്മൾ എഴുതുക. ആ എലമെൻറ്റിൽ നിന്ന് കോർഡിനേറ്റ് വെക്റ്ററിലേക്കുള്ള മാപ്പിംഗ്, അല്ലെങ്കിൽ ഒരു ജനറൽ വെക്റ്റർ സ്പേസിൽ നിന്ന് യുക്ലീഡിയൻ വെക്റ്റർ സ്പേസിലേക്കുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, കോർഡിനേറ്റ് മാപ്പ് റിലേറ്റീവ് ടു ദാറ്റ് ബേസിസ്. ഓക്കെ, ഇനി ഇൻ ദി സെക്ഷൻ വി വിൽ ഫൈൻഡ് ഇറ്റ് കൺവീനിയൻറ്റ് ടു എക്സ്പ്രസ് കോർഡിനേറ്റ് വെക്റ്റർ ഇൻ ദി മെട്രിക്സ് ഫോം. ഇവിടെ നമുക്ക് കോർഡിനേറ്റ് വെക്റ്റർ നമ്മൾ C1 C2 എക്സെട്ര സി എന്നല്ല നമ്മൾ എഴുതുക, അത് കോളമായിട്ടാണ് എഴുതുക. ഓക്കെ, കോളം ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ മെട്രിക്സ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചേഞ്ച് ഓഫ് ബേസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ചേഞ്ച് ഓഫ് ബേസിസിൽ നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസിൻ്റെ ആ ഒരു സെക്ഷനിൽ നമ്മൾ കോളം വെക്റ്റേഴ്സ് ആയിട്ടാണ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക, കോർഡിനേറ്റ് വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ മെട്രിക്സ് നൊട്ടേഷൻ പഠിച്ചു വയ്ക്കാം. ഓക്കെ, കോർഡിനേറ്റ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ് വെക്റ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുക മെട്രിക്സ് രൂപത്തിലാണ്. ഓക്കെ, ദെൻ ദി ചേഞ്ച് ഓഫ് ബേസിസ് പ്രോബ്ലം. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ബേസിസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വേറൊരു ബേസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇഫ് വി ഈസ് എ വെക്ടർ ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി ആൻഡ് ഇഫ് വി ചേഞ്ച് ദി ബേസിസ് ഫോർ വി ഫ്രം എ ബേസിസ് B1 ടു എ ബേസിസ് ബി, അതായത് നമുക്ക് വി എന്ന് പറഞ്ഞൊരു വെക്റ്റർ തന്നിട്ടുണ്ട്, വെക്റ്റർ സ്പേസിലെ എലമെൻ്റാണ് ഇത്. ഇഫ് വി ചേഞ്ച് ദി ബേസിസ് ഫോർ ബി, ബിയിലെ ഒരു ബേസിസിന്, അതായത് B1 എന്ന് പറഞ്ഞൊരു ബേസിസിൽ നിന്ന് നമുക്ക് ബി എന്ന് പറഞ്ഞൊരു ബേസിസിലേക്ക് ചേഞ്ച് ചെയ്യണം.
അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. ഇതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബേസിസ് വീലിൽ നിന്ന് തരും. ആ വീലിന് ആ ഒരു ബേസിസിന് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ബേസിസ് ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, ഈ ഭാഗത്തുനിന്ന് വരുന്ന പ്രോബ്ലംസ് ഒരുവിധം എല്ലാം അങ്ങനെ ആയിരിക്കും. നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പഠിക്കുക. ഈ സൊല്യൂഷനും അതായത് ചേഞ്ച് ഓഫ് ബേസിസ് പ്രോബ്ലം എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സോൾവ് ചെയ്യാൻ ടു സോൾവ് ദിസ് പ്രോബ്ലം ഇറ്റ് വിൽ ബി കൺവീനിയൻറ്റ് ടു റെഫർ ടു B1 ആസ് ദി ഓൾഡ് ബേസിസ്. B1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് ബേസിസ് ആണ് നമ്മൾ എടുത്തു. കാരണം B1 എന്ന് പറഞ്ഞാൽ പഴയ ബേസിസ് ആണ്. അതിൽ നിന്ന് നമ്മൾ B എന്ന് പറഞ്ഞ പുതിയൊരു ബേസിസിലേക്കാണ് കൺവേർട്ട് ചെയ്യണം. B ആസ് ദി ന്യൂ ബേസിസ്. ദസ് അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു ഫൈൻഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഓൾഡ് ആൻഡ് ന്യൂ കോർഡിനേറ്റ്സ് ഓഫ് എ ഫിക്സ്ഡ് വെക്റ്റർ V in V. ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം, പഴയ ബേസിസും പുതിയ ബേസിസിലെ കോർഡിനേറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഫോർ ദി സേക്ക് ഓഫ് കൺവീനിയൻസ് വി വിൽ സോൾവ് ദി പ്രോബ്ലം ഫോർ 2 dimensional സ്പേസ്. 2 dimensional സ്പേസ് ഓഫ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് B1 equal to U1 U2 and B equal to V1 V2 be the old and new basis. ഓൾഡ് ആൻഡ് ന്യൂ ബേസിസ് ആണ് ഫോർ എവിടെ 2 dimensional വെക്റ്റർ സ്പേസിൽ. സപ്പോസ് ദി കോർഡിനേറ്റ് വെക്റ്റർ ഫോർ ദി ഓൾഡ് ബേസിസ് റിലേറ്റീവ് ടു ദി ന്യൂ ബേസിസ് ആണ്. അപ്പം കോർഡിനേറ്റ് വെക്റ്ററാണ് ഓൾഡ് ബേസിസിലെ കോർഡിനേറ്റ് വെക്റ്റർ AB ആൻഡ് ന്യൂ ബേസിസിലെ കോർഡിനേറ്റ് വെക്റ്റർ U2 equal to CD. ഓക്കെ, സോറി, ഓൾഡ് ബേസിസിൽ തന്നെ എന്താണ് കോർഡിനേറ്റ് വെക്റ്റേഴ്സാണ് എഴുതിയിരിക്കുന്നത്. U1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AB ആണ്, U2 എന്ന് പറഞ്ഞാൽ CD ആണ്. ദെൻ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് എഴുതാം, U1 equal to AV1 plus BV2 ആൻഡ് U2നെ നമുക്ക് എങ്ങനെ എഴുതാം, CV1 plus DV2 എന്ന് എഴുതാം. നൗ ലെറ്റ് V be any vector in V. ക്യാപിറ്റൽ ലെറ്റർ വിയിലെ ഏതെങ്കിലും ഒരു വെക്റ്റർ ആയിട്ട് നമ്മൾ സ്മോൾ ലെറ്റർ വിനെ എടുത്തു. ദെൻ B1 ഓൾഡ് ബേസിസിലെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വെക്റ്റർ നമ്മൾ എഴുതുകയാണ് K1 K2 എന്ന് പറഞ്ഞിട്ട്. ദെൻ ഓൾഡ് കോർഡിനേറ്റ് എന്തായിരിക്കും, K1 U1 plus K2 U2. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, അതിന് രണ്ടിനെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2. 1 എന്ന് പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2ൽ. 1 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് U1ൻ്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് വരും, K1A V1 plus BV2 plus K2C V1 plus DV2 എന്ന് വരും. അതിൽ V1ൻ്റെ ടേംസ് ഒന്നാക്കുക, അതായത് ഇതും കൂടി ഒരുമിച്ച് എഴുതുക. സോ K1A plus K2C V1 plus K1B plus K2D V2. ഓക്കെ, ആൻഡ് ന്യൂ കോർഡിനേറ്റ് വെക്റ്റർ ഫോർ V. ന്യൂ കോർഡിനേറ്റ് വെക്റ്റർ Vയുടെ ന്യൂ കോർഡിനേറ്റ് വെക്റ്റർ വന്നാൽ VB എന്ത് വരും, K1A. ഇപ്പോൾ നമുക്ക് കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് എന്താ കിട്ടിയത്, ഇതാണ് കിട്ടിയത്. കോർഡിനേറ്റ്സ് ആയിട്ട് ഇതുമാണ് വന്നത്. ഓക്കെ, V1 V2 അല്ല കോർഡിനേറ്റർ ആണ് തൊട്ടടുത്ത് കിടക്കുന്നത്. സോ K1A plus K2C ആൻഡ് K1B plus K2D equal to ACBD. ഓക്കെ, K1 പറഞ്ഞാൽ ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ ACBD ഇൻറ്റു K1 K2 നമ്മൾ എഴുതി. ACBD ഇൻറ്റു എന്താണ്, ഓൾഡ് ബേസിസിനായിട്ട് നമ്മൾ, അതാണ് അതിൻ്റെ റിലേഷൻ. ന്യൂ ബേസിസ് കിട്ടണമെങ്കിൽ മെട്രിക്സ് ACBDയുടെ കൂടെ ഓൾഡ് ബേസിസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ദിസ് ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ന്യൂ കോർഡിനേറ്റ് വെക്റ്റർ VB റിസൾട്ട്സ് വെൻ വി മൾട്ടിപ്ലൈ ദി ഓൾഡ് കോർഡിനേറ്റ് വെക്റ്റർ VB1 ഓൺ ദി ലെഫ്റ്റ് ബൈ ദി മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിൻ്റെ കൂടെ പഴയ കോർഡിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പുതിയ കോർഡിനേറ്റർ കിട്ടും. അപ്പോൾ അതാണ് ആ റിലേഷനാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ACBD നമ്മൾ എന്ത് വിളിച്ചു, ക്യാപിറ്റൽ ലെറ്റർ P എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത സൊല്യൂഷൻ ഓഫ് ദി ചേഞ്ച് ഓഫ് ബേസിസ് പ്രോബ്ലം. ചേഞ്ച് ഓഫ് ബേസിസ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് അടുത്ത് പറയുന്നത്. ഇഫ് വി ചേഞ്ച് ദി ബേസിസ് ഫോർ എ വെക്റ്റർ സ്പേസ് V ഫ്രം ആൻ ഓൾഡ് ബേസിസ് B1 equal to, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 dimensional. ഇനി പറയുന്നത് n dimensional കാര്യമാണ്. ഇപ്പോൾ 2 dimensional പറഞ്ഞില്ലേ, അതേ സെയിം മെത്തേഡ് തന്നെയാണ് n dimensionലും പറയുന്നത്. ഓക്കെ, VBനെ PVB1, അതേപോലെ VB ഓരോ വെക്റ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, പുതിയ ബേസിസ് കിട്ടും. ഓക്കെ, ദി മെട്രിക്സ് B ഡിഫൈൻ ദി അബോവ് സൊല്യൂഷൻസ് കോൾഡ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഫ്രം B1 to B ഫോർ n ബേസിസ്. അത് നിങ്ങൾ ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ളതല്ല. നിങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതന്നെ ജസ്റ്റ് ഒന്ന് വേർഡ്സ് ആക്കിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇനി നമുക്ക് പ്രോബ്ലം നോക്കി നോക്കാം. പ്രോബ്ലമാണ് ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ചേഞ്ച് ഓഫ് ബേസിസ് എങ്ങനെയാണെന്ന് ചോദിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലം, കൺസിഡർ ദി ബേസസ് B equal to V1 V2 V3 ആൻഡ് B1 equal to U1 U2 U3 ഫോർ R3 എലമെൻറ്റ്സ് ആണ്.
V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 1 1 ആണ്, V2 പറഞ്ഞാൽ 2 -1 1 ആണ്, V3 പറഞ്ഞാൽ 1 2 1 ആണ്. ആൻഡ് U1 പറഞ്ഞാൽ 3 1 -5 ആണ്, U2 എന്ന് പറഞ്ഞാൽ 1 1 -3 ആണ്, U3 പറഞ്ഞാൽ -1 0 2. ഫൈൻഡ് ദി ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1. B നിന്ന് B1ലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് കണ്ടെത്താൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, ഫൈൻഡ് ദി ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B. B1ൽ നിന്ന് ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. Then third one, compute coordinate vector WB where W equal to -5 8 -5 and using this and the transition matrix compute WB1. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു. ട്രാൻസിഷൻ മെട്രിക്സ് പറഞ്ഞാൽ നമുക്ക് ഈ കോർഡിനേറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന പുതിയൊരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ചെയ്ത് നോക്കി നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ബി എന്ന് പറഞ്ഞാൽ V1 V2 V3 ആണ്. അത് നമ്മൾ ഓൾഡ് ബേസിസ് ആയിട്ട് എടുക്കുക. കാരണം എന്താ, നമുക്ക് എവിടെ നിന്ന് എവിടേക്കാണ്, ബിയിൽ നിന്ന് B1ലേക്കാണ് ട്രാൻസ്ഫർ ഉണ്ട്, ബിയിൽ നിന്ന് B1ലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഴയതും B1 എന്ന് പറഞ്ഞാൽ പുതിയതുമാണ്. സോ ബി എന്ന് പറഞ്ഞാൽ ഓൾഡ് ബേസിസ് ആയിട്ടും B1 എന്ന് പറഞ്ഞാൽ ന്യൂ ബേസിസ് ആയിട്ടും എടുത്തു. ഫസ്റ്റ് ലെറ്റ് us find the coordinate vectors of the old basis vectors V1 V2 V3 related to the new basis U1 U2 U3. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടണം, ഈ പഴയ V1 V2 V3 എന്ന് പറഞ്ഞ ബേസിസിന് പുതിയ വെക്റ്റേഴ്സുമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് ആദ്യം ഒരു വെക്റ്റർ എടുത്തു, V1 എന്ന് പറഞ്ഞ വെക്റ്റർ പുതിയ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി. V1 equal to A1 U1 plus A2 U2 plus A3 U3 എന്ന് എഴുതി. ദെൻ V1 equal to A1 U1 plus A2 U2 plus U3. ഇനി നമുക്ക് എന്തറിയാം, V1 എന്താണെന്ന് അറിയാം. V1 എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കണേ 2 1 1. സോ V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 1 1 ഈക്വൽ ടു A1 ഇൻറ്റു U1 എന്താ, U1 എന്ന് പറഞ്ഞാൽ 3 1 -5. സോ U1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ U2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് U3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ 2 1 1 ഈക്വൽ ടു 3A1. ദെൻ സോൾവ് ചെയ്തു. 3A1 പ്ലസ് A2 മൈനസ് A3 കോമ, അതായത് 3A1 പ്ലസ് A2 മൈനസ് A3 കോമ, അടുത്തെന്താ A1 പ്ലസ് A2 A2 അത്രയേ ഉള്ളൂ, കാരണം ഇവിടെ 0 ആണ് വരുന്നത്. അടുത്തത് -5A1 മൈനസ് 3A2 പ്ലസ് 2A3 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വേറൊരു ഇതാക്കുക. സോ 3A1 പ്ലസ് A2 മൈനസ് A3 ഈക്വൽ ടു 2 ആൻഡ് A1 പ്ലസ് കറസ്പോണ്ടിങ് കോർഡിനേറ്റേഴ്സ് എഴുതാം. ആൻഡ് A1 പ്ലസ് A2 ഈക്വൽ ടു 1 ആൻഡ് -5A1 മൈനസ് 3A2 പ്ലസ് 2A3 ഈക്വൽ ടു 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ A1 പ്ലസ് A2 ഈക്വൽ ടു 1 ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കുക, അതിൽ -A3 ഈ ഒരു ഇക്വേഷനും കൂടിയിട്ട് A3 അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് A1ൻ്റെയും A2ൻ്റെയും ടേംസിലേക്ക് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പം ജസ്റ്റ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ, ഇതന്നെ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഈ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് തേർഡ് ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്താൽ A1ൻ്റെ വാല്യൂ 3 എന്നും A2ൻ്റെ വാല്യൂ -2 എന്നും A3ൻ്റെ വാല്യൂ 5 എന്നും വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പഴയ മെട്രിക്സിനെ എങ്ങനെ എഴുതാൻ പറ്റി, പുതിയ മെട്രിക്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റി. അപ്പോൾ എന്താ, V1 ഓഫ് B1 എന്ന് പറഞ്ഞ ബേസിസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള V1 എന്ന് പറഞ്ഞ വെക്റ്റർ എങ്ങനെയാണ് 3 -2 5. അപ്പോൾ നമുക്ക് കിട്ടിയ A1 A2 A3 നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, സിമിലർലി ലെറ്റ് V2 ഈക്വൽ ടു B1 U1 പ്ലസ് B2 U2 പ്ലസ് B3 U3. ഓക്കെ, ദെൻ V2 ഈക്വൽ ടു B1 U1 പ്ലസ് B2 U2 പ്ലസ് B3 U3. ദെൻ U1ൻ്റെ U2ൻ്റെ U3ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക, B2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. ആ 3 ഇക്വേഷൻ സോൾവ് ചെയ്യുക. ദെൻ B1 ഈക്വൽ ടു 2, B2 ഈക്വൽ ടു -3 ആൻഡ് B3 ഈക്വൽ ടു 1. ദെൻ നമുക്ക് എന്ത് കിട്ടും, B2 എന്ന് പറഞ്ഞാൽ ആ ഒരു ബേസിസ് B1 എന്ന് പറഞ്ഞ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള V2ലെ ബേസിസ് എന്താ 2 -3 1 ആണ് വന്നത്. ഓക്കെ, ഇനി അതേപോലെ V3 എടുക്കുക. V3 ഇതേപോലെ ചെയ്ത് നമുക്ക് വേറൊരു മെട്രിക്സ് കിട്ടും. ഓക്കെ, V3 B1 ഈക്വൽ ടു 5/2 -1/2 6 എന്ന് പറഞ്ഞാൽ വേറൊരു ഇത് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി, V1 കിട്ടി, V2 കിട്ടി, V3 കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കോർഡിനേറ്റ് ആയിട്ടല്ല എഴുതുക, കോളം മെട്രിക്സ് ആക്കിയിട്ടാണ് എഴുതുക. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. V1 റിലേറ്റീവ് ടു ദി ബേസിസ് B1 എന്ന് പറഞ്ഞാൽ പുതിയ ബേസിസ് അല്ലേ. നമ്മൾ B2 B1ലേക്കല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബിയിലിനെ B1ലേക്കാണ്. അപ്പോൾ B1 എന്ന് പറഞ്ഞാൽ പുതിയ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള V1 എന്ന് പറഞ്ഞാൽ 3 -2 5, V2 പറഞ്ഞാൽ 2 -3 1 ആൻഡ് V3 പറഞ്ഞാൽ 5/2 -1/2 6. ദെൻ
അതിൻ്റെ ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുക പി ആണ്. സോ B2 B1 ട്രാൻസിഷൻ മെട്രിക്സ് എന്താ, അതിന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, V1 B1 ഒരു സ്ലാഷ് V2 B1 സ്ലാഷ് V3 B1. ദെൻ V1 B1 എന്ന് പറഞ്ഞാൽ എന്താ 3 - 2 5, അത് അങ്ങനെ എഴുതുക. 3 - 2 5. V2 B1 എന്ന് പറഞ്ഞാൽ 2 - 3 1, അതും അങ്ങനെ എഴുതുക. 5/2 - 1/2 6. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B2 B1. ഇതേപോലെ നമ്മൾ അടുത്ത എന്താ B2 B1 B1 to B ആണ്. സോ B1 = U1 U2 U3 എന്ന് പറഞ്ഞാൽ ഓൾഡ് ബേസിസ് ആയിട്ട് എടുക്കുക. നമുക്കിപ്പോൾ X to Y ആണെങ്കിൽ ഇതിൽ X പറഞ്ഞ പഴയ ബേസിസും Y എന്ന് പറഞ്ഞാൽ പുതിയ ബേസിസ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് B1-ൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ B1 എന്ന് പറഞ്ഞാൽ പഴയ മെട്രിക്സും B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിസും B എന്ന് പറഞ്ഞാൽ പുതിയ ബേസിസുമാണ്. സോ B എന്ന് പറഞ്ഞാൽ V1 V2 V3 എടുത്തു. ഫസ്റ്റ് ലെറ്റസ് ഫൈൻഡ് ദി കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് ദി ഓൾഡ് ബേസിസ് വെക്ടർ U1 U2 U3. അപ്പോൾ U1 U2 U3നെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിൻ്റെ ബേസിസ് ആക്കി എഴുതണം. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, ലെറ്റ് U1 = A V1 പ്ലസ് B V2 പ്ലസ് C V3. അപ്പോൾ നിങ്ങളൊരു കാര്യം എന്താണ് ശ്രദ്ധിക്കുക, ഓൾഡ് ബേസിസിനെയാണ് നമുക്ക് എന്തിൻ്റെ പുതിയ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതേണ്ടത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. പഴയ ബേസിസിനെ ഓരോ വെക്ടറിനെയും നമുക്ക് പുതിയ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ U1 A1 V1 പ്ലസ് A2 V2 പ്ലസ് A3 V3. U1ൻ്റെ വാല്യൂ നമുക്കറിയാം, V1ൻ്റെ വാല്യൂ അറിയാം, V2ൻ്റെ അറിയാം, V3ൻ്റെ അറിയാം. സോ നമ്മളെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ A1 A2 A3ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതെന്താ, U1 വിത്ത് ബേസിസ് B. അപ്പോൾ ഇവിടെ നോക്കുക, B ആണ് പുതിയ ബേസിസ്, B ആയതുകൊണ്ടാണ് ഇവിടെ B എന്ന് എഴുതാൻ കാരണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, V ടു ദി ബേസിസ് ഏത് ബേസിസിലേക്കാണോ നമ്മൾ മാറ്റുന്നത് അതിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതേപോലെ ഏതാണോ പഴയ ബേസിസ്, ആ ബേസിസിനെയാണ് നമുക്ക് എന്ത് എഴുതേണ്ടത്, പുതിയ ബേസിസുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ U2 എഴുതി, നമുക്ക് U2 B കിട്ടി. അതേപോലെ U3 ആണ് കേട്ടോ, സോറി, ഇവിടെ ഇത് പേപ്പർ മാറിപ്പോയി. U3 അതേപോലെ നമുക്ക് കിട്ടി. U3ൻ്റെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിവിടെ തെറ്റാട്ടോ, ഇവിടെ V3 B1 ആണ് എഴുതിയത്. സോറി, ഇത് കഴിഞ്ഞ അതേ പ്രോബ്ലത്തിൽ കഴിഞ്ഞ നമ്മൾ A പാർട്ട് ചെയ്തില്ലേ, അതിലെ V3 ആണ്. സോറി, നമുക്ക് U3 പറഞ്ഞത് ഇതാണ് കിട്ടുക, -13/2 7/2 5. നിങ്ങൾക്ക് U3 ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യണ മെത്തേഡ് മനസ്സിലായില്ലേ, നമ്മൾ V1 V2 V3 ചെയ്തില്ല അതേപോലെ. ദെൻ ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ട്രാൻസിഷൻ മെട്രിക്സ് എവിടുന്ന് എങ്ങോട്ടാണ്, P B1 to B ആണ്. സോ U1 B U2 B U3 B, അതിന് നമ്മൾ മെട്രിക്സ് ആക്കി എഴുതി. അപ്പോൾ U1നെ നമ്മൾ കോളാക്കിയിട്ടാണ് എഴുതുക, U2 കോളം U3 കോളം, അതും മറക്കരുത്, കോളായിട്ടാണ് എഴുതുക, ഡ്രോ ആയിട്ടല്ല എഴുതേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇതിൽ എയും ബിയും ഇപ്പോൾ ചെയ്തു, ഇനി സി ആണ് ചെയ്യണത്. സിയിൽ കമ്പ്യൂട്ട് കോർഡിനേറ്റ് വെക്റ്റർ WB, കോർഡിനേറ്റ് വെക്റ്റർ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. W എന്ന് പറഞ്ഞാൽ -5 8 -5 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്റ്ററും അതേപോലെ WB1 B പറഞ്ഞ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്റ്ററും അതേപോലെ B1 എന്ന് പറഞ്ഞ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെക്റ്ററും കാണാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് നോക്കാം. W എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ സി W = നമ്മൾ എന്ത് ചെയ്യുക, B എന്ന് പറഞ്ഞ ബേസിസിന് കറസ്പോണ്ട് ചെയ്യും. B എന്ന് പറഞ്ഞാൽ V1 V2 എക്സെട്ര Vn ആയിരുന്നില്ലേ, B എന്ന് പറഞ്ഞാൽ V1 V2 എക്സെട്ര Vn ആയിരുന്നു. അപ്പോൾ B എന്ന് പറഞ്ഞതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. W = K1 V1 പ്ലസ് K2 V2 പ്ലസ് K3 V3. ആൻഡ് W എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് -5 8 -5 ആണ്. V1 തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, K1ൻ്റെയും K2ൻ്റെയും K3യുടെയും വാല്യൂ കണ്ടെത്തുക. സോ K1 = 9, K2 = -9 ആൻഡ് K3 = -5. അപ്പോൾ W കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് ദി കറസ്പോണ്ടിങ് ബേസിസ് Bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 9 -9 5 ആണ്. സോ W ഓഫ് B1 അതേപോലെ കാണാം. W ഓഫ് B1 അല്ല, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളോട് കോർഡിനേറ്റ് മെട്രിക്സ് കാണാൻ പറഞ്ഞത്, കറസ്പോണ്ടിങ് കോർഡിനേറ്റ് മെട്രിക്സ് കാണാൻ പറഞ്ഞത് B-യുടെയാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്, W ടു ദ ബേസിസ് B1ന് റിലേറ്റഡ് ആയിട്ടുള്ള W എന്ന് പറഞ്ഞത് WB, Bന് റിലേറ്റഡ് ആയിട്ടുള്ള Wൻ്റെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്താൽ കിട്ടുന്നതാണെന്നാണ് പറഞ്ഞത്. അത് എവിടുന്ന് എവിടേക്ക്, Bയിൽ നിന്ന് B1ലേക്ക്, Bയിൽ നിന്ന് B1ലേക്ക്. സോ നമ്മൾ എന്ത് എഴുതി,
പി ബി ട്രാൻസിഷൻ മെട്രിക്സ് B2 B1 ട്രാൻസിഷൻ മെട്രിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 3 2 -5/2 -2 -3 1/2 അത് കൊടുക്കുക. W to the basis B നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? -7/2 23/2 ആൻഡ് 6 നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്തായാലും വരിക. അപ്പോൾ നിങ്ങൾ ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടെത്താൻ പഠിക്കുക, അതേപോലെ കോർഡിനേറ്റ് വെക്ടറും കണ്ടെത്താൻ പഠിക്കും. കോർഡിനേറ്റ് വെക്ടർ സിമ്പിളാണ്, കാരണം W V1 V2 V3 ഒക്കെ നമുക്ക് തരും. എന്നിട്ട് K1 K2 K3 കാണാം. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. 2-3 പ്രോബ്ലം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.